അങ്ങനെ ദച്ചുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് കുവൈറ്റിലോട്ട്. ഞങ്ങൾ രാവിലെ ഒരു പുലർച്ചെ 3:30 ആയപ്പോഴാണ് പോകുന്നത്. ദച്ചു നല്ല ഉറക്കുന്ന സമയമാണ്. ഉറക്കത്തുനിന്ന് എണീറ്റതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഫുള്ള് കരച്ചിലായിരുന്നു. ആരെടുത്തിട്ടും പോയില്ല. തലേന്ന് രാത്രി ആളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ട് ആളാകെ മൂഡ് ഓഫായിരുന്നു. അങ്ങനെ പോകുമ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. കാരണം അവൻ എല്ലാവരുമായിട്ടും നല്ല അറ്റാച്ച്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു പോന്നു. കാറിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ എയർപോർട്ടിലെത്തിയപ്പോൾ ആൾ ഓക്കെ ആയി. അവിടെ നിന്നൊരു ചിക്കൻ തന്തൂരി സാൻഡ്വിച്ചൊക്കെ വാങ്ങിക്കൊടുത്തു. അത് കുറച്ച് കഴിച്ചു. പിന്നെ ഓക്കെ ചിരിയൊക്കെ ആയി. നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ടൈമായപ്പോൾ ഫ്ലൈറ്റിലോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ കുറച്ച് അവനെ നടത്തി. അപ്പോൾ പിന്നെ ആൾ ഫ്ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്താവും, പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുമോ, ഒരു മിനിറ്റ് പോലും ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല. അപ്പോൾ ഞാൻ ആ ടെൻഷനിലായിരുന്നു. ഫ്ലൈറ്റിൽ 5 മണിക്കൂറൊക്കെ ഇവൻ എങ്ങനെ ഇരിക്കും എന്നോർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുവരെ കുഴപ്പമൊന്നുമില്ലാതെ ഫ്ലൈറ്റിൽ കയറി എല്ലാവരെയും കണ്ടപ്പോൾ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ കയറിയപ്പം പിന്നെ ഇങ്ങനെ എല്ലാം നോക്കുന്നു. പിന്നെ അവിടെ ആളെയൊക്കെ കണ്ടപ്പോൾ ചെറിയ പേടി. അങ്ങനെ പിന്നെ നടന്നില്ല, അവിടെ നിന്നു. അങ്ങനെ ഞാൻ പിന്നെ എടുത്തിട്ട് ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ച് സീറ്റിലോട്ട് പോവുമായിരുന്നു. സീറ്റിലെത്തിയപ്പോൾ ആൾ ഓക്കെ ആയി. പിന്നെ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെവിവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് വലിയവർക്കും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയാവുക എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ കഴിച്ചപ്പോൾ ആൾ ഓക്കെ. അവന് ഫ്ലൈറ്റ് പൊങ്ങുന്നത് അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. അവൻ ജസ്റ്റ് ഒന്ന് നോക്കി എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അവൻ ചോക്ലേറ്റൊക്കെ കഴിച്ചിരുന്നു. ഞാൻ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ കൊണ്ടുവന്നിരുന്നു ഫ്ലൈറ്റിലിരുന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവൻ അങ്ങനെയൊന്നും കഴിക്കില്ല. രാവിലെയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. കുറേ സമയം എടുക്കും കഴിക്കാനൊക്കെ. അപ്പം അതുകൊണ്ട് അവൻ കഴിക്കുന്ന ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നു ഫ്ലൈറ്റിൽ നിന്ന് കൊടുക്കാൻ. ഫ്ലൈറ്റിലെ ഫുഡൊന്നും അവൻ കഴിക്കില്ല എന്ന് എനിക്കറിയാം. കുറച്ച് നേരം ഭയങ്കര കളിയായിരുന്നു. സീറ്റിൽ എഴുന്നേറ്റ് നിന്നിട്ടൊക്കെ ഇങ്ങനെ തുള്ളി കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങി. കാരണം തലേ ദിവസത്തെ ഉറക്കിൻ്റെ ക്ഷീണം ഉണ്ടാവും. പിന്നെ ആൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഞാൻ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്താണ് പിന്നെ ഞാൻ അവനെ എടുത്തപ്പോഴാണ് അവൻ ഉണർന്നത്. അതുവരെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. എനിക്ക് അവിടെ എമിഗ്രേഷൻ കൗണ്ടറിലോ അല്ലെങ്കിൽ ലഗേജ് എടുക്കുമ്പോഴൊന്നും അവനെ കൊണ്ടൊരു കുഴപ്പവും ഉണ്ടായില്ല.